എന്ന് പറയാം. ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ DCC ഓഫീസിലാണ്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കോൺഗ്രസ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നിഷാദ്, ഒരു നിമിഷം. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അത് മുതൽ BLA വരെയുള്ളവര് ഇതിൽ ഉത്തരവാദികളാണ്. കോൺഗ്രസ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ഇക്കാര്യത്തിൽ? ഈ ആരോപണങ്ങൾക്ക് അപ്പുറം ഇനി എന്ത് ചെയ്യാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞല്ലോ, ഇതിൽ സാധ്യമായ നിയമ നടപടികൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ തുടർ ദിവസങ്ങളിൽ ഇതിൻ്റെ കർശനമായ പരിശോധനകൾ നടക്കുന്നു. ഇതിലുള്ള ഒരു പ്രശ്നം, നിയമപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വാക്കുകളും അതുപോലെ BJP പറയുന്നത് നിങ്ങൾ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി പരാതി കൊടുക്കണം. ആ പരാതി എന്ന് പറയുന്നത് ഓരോന്നും അപ്ലോഡ് ചെയ്യണം. നമ്മൾ സൈറ്റ് വഴിക്കേ പറ്റുള്ളൂ. ആ പരാതി കൊടുത്താൽ മാത്രം പോരാ, അതിൻ്റെ ഹിയറിംഗ് സമയത്ത് ആരാണ് പരാതി കൊടുത്തത് അദ്ദേഹവും വേണം, ആർക്കെതിരെയാണ് കൊടുത്തത് അദ്ദേഹവും വേണം. പക്ഷേ സുനിൽകുമാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരിക്കുന്നത് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല, അത് വസ്തുനിഷ്ഠമാണ് എന്നുള്ളതാണ്. കോൺഗ്രസും LDFും അക്കാര്യത്തിൽ പരാതി നൽകി. അത് തെറ്റല്ലേ? ഇതിവിടെ പരാതി ഇരിക്കല്ലേ. ഈ ഞങ്ങളുടെ ബൂത്ത് നമ്പർ 30 അനിൽ VK പൂങ്കുന്നം, അവിടെ നിന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് അയച്ചാണ് പരാതിയാണ്. ഈ പരാതിയിൽ ഞങ്ങൾ ക്രമനമ്പർ, പോളിംഗ് സ്റ്റേഷൻ നമ്പർ, ക്രമനമ്പർ, പേര്, ID കാർഡ് നമ്പർ, ഇനി ഇതിലും വിട്ട് എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? മൊത്തം എത്ര വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നിങ്ങൾ അനുമാനിക്കുന്നത്? അത് ഞങ്ങൾ പറയാനുണ്ടായ കാരണം, ഞങ്ങളുടെ പ്രാഥമിക പരിശോധനയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ 10ഓളം ഫ്ലാറ്റുകളിലായി ഞങ്ങൾ 100-ൽ പരം പേരുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ പരാതിയാണ് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായും BJP ക്ലെയിം ചെയ്യുന്നത് 65,000 അവർ ചേർത്തു എന്നാണ്. പക്ഷെ ഞങ്ങളുടെ പ്രാഥമിക പരിശോധനയിൽ ഇന്നിപ്പോൾ നിങ്ങൾ തന്നെ അവിടെ പോയപ്പോൾ കണ്ടതാണ്, ഒന്നുമില്ലാത്തിടത്ത്, ഒരു അഡ്രസ്സ് ഇല്ലാത്തടത്ത് പല ആൾക്കാരും കൊണ്ടുവന്ന് ചേർത്തിയതായി തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇത് നമ്മൾ അനുമാനിക്കുന്നത് ഇതിൽ ബഹുഭൂരിഭാഗം വോട്ടുകളും അങ്ങനെ കടന്നുകൂടാം. ഇനി പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. എത്ര വോട്ടുകൾ എന്ന് എണ്ണം പറയാനുണ്ടോ? എത്ര വോട്ടുകൾ? ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. നമ്മൾ അങ്ങനെ കാടടച്ച് പറയുന്നത് ശരിയല്ല. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് DCC പ്രസിഡന്റ് നമ്മോട് പറയുന്നത്. എന്തായാലും തൃശ്ശൂരിൽ ഈ വിഷയം ആളിക്കത്തുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിഷാദ്, നമുക്കറിയാവുന്നതുപോലെ രാവിലെ തന്നെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ VS സുനിൽകുമാർ പ്രതികരിച്ചിരുന്നു. താൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഇത്, ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷനും ഇക്കാര്യത്തിൽ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ K മുരളീധരനും സംസാരിച്ചു. മൊത്തത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി തൃശ്ശൂരിലെ 2024 തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ്. എന്താകും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിഷാദ്.